ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടു വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർവൈവൽ ത്രില്ലർ കാറ്റഗറി വരുന്ന ഒരു ഹണ്ടിങ് എമ എന്ന് പറയുന്ന ഒരു കിഡിലെ മൂവിയാണ്. അതായത് ഒരു 6 ആൾക്കാരുടെ ഇടയിൽ ഈ പെണ്ണ് പെട്ടിട്ട് അവർ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു സർവൈവൽ ആയിട്ടുള്ള ഒരു കിഡിലെ മൂവി. എന്തായാലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇരുന്ന് ത്രില്ലടിപ്പിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി മൂവിയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ബെല്ലൈക്കൻ വെച്ച് ഓൾ സെറ്റ് ചെയ്യാം. നമ്മൾ അധികം വൈകിക്കുന്നില്ല, നമുക്ക് നേരെ മൂവിയിലോട്ട് പോകാം. അങ്ങനെ ഈ സ്റ്റോറി തുടക്കത്തിൽ തന്നെ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനായ എമയാണ് കാണിക്കുന്നത്. എമ ഇപ്പോൾ ഒരു സ്കൂളിൽ എന്താ പറയുക ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എമ ഇങ്ങനെ കുട്ടികളോട് പറയുന്നുണ്ട്, ഈ 2-3 ദിവസത്തേക്ക് സ്കൂളും ഞാനൊന്നും ഉണ്ടാക്കത്തില്ല, ഞാൻ നാട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അടിച്ച് പൊളിക്കി എന്നെല്ലാം പറഞ്ഞിട്ട് എമ എന്താ പറയുക വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആ സ്കൂളിൽ നിന്ന് എന്താ പറയുക എമ തിരിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ അവളുടെ ഒരു സുഹൃത്തുണ്ട്. അവളുടെ സുഹൃത്ത് അവളുടെ അടുത്തോട്ട് വന്നിട്ട് ഈ ബാഗൊന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിൻ്റെ അടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എമേലും അത് വാങ്ങിച്ചിട്ട് പോകും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ് മറ്റൊരിടത്ത് കാണിക്കുമ്പോഴത്തേക്കും ഒരു ഗോഡൗണിൽ ഒരു വാനിലോട്ട് ഇങ്ങനെ കുറേ പെട്ടികൾ എന്ന് കേട്ടുന്നുണ്ട്. ആ പെട്ടിയിൽ എന്താ നോക്കുമ്പോഴത്തേക്കും മയക്കുമരുന്നാണ്. അപ്പോൾ ഇവർ കേട്ടുന്നുണ്ട്, അവനൊരാൾ സ്നൈപ്പർ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇയാളാണ് ഇവരുടെ എല്ലാം ബോസ്. ഒരു മൊത്തം ഒരു 6 പേരാണുള്ളത്. അപ്പോൾ ഇതിൽ എന്താ പറയുക ഇവരെല്ലാവരും 2 വണ്ടികളിലായിട്ട് ആ ലഗേജ് എല്ലാം കയറ്റിയിട്ട് ഇവർ പോവുകയാണ് ഇവിടുന്ന്. മുന്നിൽ വാനാണ് പോകുന്നത്. ആ മുന്നിലെ വാനിലെ ഡ്രൈവർ എന്ന് പറയുന്നത് പുതിയ ആളാണ്. അപ്പോൾ അവന് നല്ല പേടിയുണ്ട്, കാരണം ആ വാനിൽ എന്താണെന്നുള്ള കാര്യം അവന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ പോലീസ് പിടിക്കുമെന്നുള്ള കാര്യത്തിൽ അവൻ നല്ല പേടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് തന്നെ പറഞ്ഞാൽ ബോസ് അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നീ തന്നെ പോലീസിന് പിടിപ്പിച്ചെടുക്കുമല്ലോ നിൻ്റെ മുഖം കണ്ടിട്ട് എന്നെല്ലാം പറയുന്നുണ്ട്. പോലീസ് വന്ന ആ കാര്യം ഞാൻ നോക്കിക്കൊണ്ട് നീ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവർ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഈ റൂട്ടിലൂടെ തന്നെ നമ്മുടെ ഹീറോയിനും വരുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ നേരെ അവളുടെ അച്ഛനെ വിളിച്ചിട്ട് ഞാനിപ്പോൾ തന്നെ വീട്ടിലോട്ട് വരും എന്ന് പറഞ്ഞിട്ട് കട്ടാക്കുന്നുണ്ട്. അതിനുശേഷം അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ ബോയ് ഫ്രണ്ട് മെസ്സേജ് ചെയ്യുമ്പോൾ അവൾ ചെറുതായിട്ടൊന്ന് വണ്ടി നിർത്തുന്നുണ്ട്, കാരണം ഇവർ അടിയാക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സേജ് അയക്കണോ വേണ്ടേ എന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിച്ചിട്ട് അവൾ മെസ്സേജ് അയക്കുന്നുണ്ട് തിരിച്ചിട്ട്. അങ്ങനെ അവളെടുത്തിട്ട് വീണ്ടും വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അതേ സമയം തന്നെ മറ്റൊരിടത്ത് ഒരു പോലീസ് നിൽക്കുന്നുണ്ട്. പോലീസ് എന്താ പറയുക അവരെന്തോ ഒരു സാൻഡ്വിച്ചോ എന്തോ സംഭവം കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വായിക്ക് വയ്ക്കുമ്പോഴത്തേക്കും അപ്പുറത്ത് നിന്ന് ആ വാൻ ഇങ്ങനെ വരുന്നുണ്ട് ആ റോഡിലൂടെ. അപ്പോൾ അത് കാണുന്ന നമ്മൾ ആ പോലീസുകാരൻ അതെല്ലാം താഴത്തോട്ടിട്ട് ആ വാൻ്റെ അടുത്തോട്ട് കൈ നീട്ടി പോവുകയാണ്. ഇത് കാണുമ്പോഴത്തേക്കും നമ്മൾ ആ ഡ്രൈവർ ചെക്കൻ ഉണ്ടല്ലോ, ആ ഡ്രൈവർ ചെക്കൻ ഓൾറെഡി പേടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോലീസിനെ കൂടി കണ്ടപ്പോൾ അവൻ ആകെ പേടിയാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോസ് പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല, വണ്ടി നിർത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവനും എന്താ പറയുക വണ്ടി നിർത്തി കൊടുക്കുന്നുണ്ട്. വണ്ടി നിർത്തി കൊടുക്കുമ്പോൾ എന്താ പറയുക ആ പോലീസുകാരൻ വന്നിട്ട് ലൈസൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ ആകെ തപ്പിപ്പിടയ്ക്കാണ് ഈ ഡ്രൈവർ തീർക്കാൻ. അപ്പോൾ നമ്മുടെ ബോസാണ് ഇത് കണ്ടിട്ട് പറയും, നിൻ്റെ പോക്കറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട്, അത് എടുത്ത് കൊടുക്ക് എന്ന് പറയും. അപ്പോൾ എന്താ പറയുക അവൻ ആ ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കും. അപ്പോൾ ഇവൻ്റെ പേരെന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഈ ബോസാണ് അതിനുള്ള ഉത്തരങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ പോലീസുകാരൻ ദേഷ്യം പിടിച്ചിട്ട് പറയും, അല്ല ഞാൻ ഇവനോടല്ല ചോദിക്കുന്നത്, ഇവന് വാഴയില്ലേ, നിങ്ങൾ മിണ്ടാതിരിക്കുക എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം കേട്ട് നമ്മുടെ ആ ബോസ് നല്ല രീതിയിൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇവനങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രൈവർ ചെക്കനാണെങ്കിൽ ഒന്നും മിണ്ടുന്നുമില്ല. അങ്ങനെ പിന്നിലൂടെ നമ്മുടെ മറ്റേ ആ ടീം വരുന്നുണ്ട്. ആ കാറിൽ 4 പേരാണുള്ളത്. അതിൽ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന 2 പേര് ഏട്ടനാണ്, അവർ ബ്രദേഴ്സാണ്. അപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്നവൻ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും പതിയെ പോവാം, അവിടെ പോയിട്ട് എന്താ സ്ഥിതി അനുസരിച്ചിട്ട് നമുക്ക് പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആ പോലീസുകാരൻ ഐഡി എല്ലാം ചെക്ക് ചെയ്തിട്ട് അവൻ തിരിച്ചു കൊടുക്കുമ്പോൾ ഇവൻ കൈ കൊണ്ട് വാങ്ങുമ്പോൾ കിടുകിടാന്ന് വിറയ്ക്കുകയാണ് ഇവൻ്റെ കൈ. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ പോലീസുകാരൻ ചോദിക്കും, അല്ല നീ എന്താ കാണിക്കുന്നത്, നീ എന്താ വണ്ടിയിൽ കൊണ്ടുവന്നേ എന്നെല്ലാം ചോദിക്കും. അപ്പോൾ ഇവനാണ് പറയുന്നത് വീട്ടിലത്തെ കുറച്ച് സംഭവങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ പോലീസുകാരൻ ഡൗട്ട് വന്നിട്ട് വരും, അല്ല നീ വന്നിട്ട് തുറന്ന് കാണിക്കി എന്നെല്ലാം പറയും. അപ്പോഴത്തേക്കും നമ്മൾ ആ വണ്ടിയിലോട്ട് കാറിലോട്ട് വന്ന ആൾക്കാരുണ്ടല്ലോ 4 പേരും, അവർ വന്നിട്ട് എന്താ പറയുക എന്താ സാറേ പ്രശ്നം എന്നെല്ലാം ചോദിച്ചിട്ട് ഇങ്ങനെ വരും. അങ്ങനെ ചോദിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ബോസ് ഉണ്ടല്ലോ അവൻ്റെ കയ്യിലിരിക്കുന്ന ഗണ്ണ് എടുത്തിട്ട് മേത്ത് ചൂണ്ടും. അപ്പോൾ ഈ പോലീസുകാരനും അവൻ്റെ കഴിക്കുന്ന ഗണ്ണ് അവനെ ചൂടും. ബാക്കിലിരിക്കുന്നവൻ അവർ 3 ആളും എന്താ പറയുക അവരുടെ ഗണ്ണെടുത്തിട്ട് പോലീസുകാരൻ്റെ മേത്തോട്ട് ചൂടും. പോലീസുകാരൻ വിചാരിക്കും പെട്ടു എന്ന് വിചാരിച്ചിട്ട് പോലീസുകാരൻ ഗണ്ണ് താഴോട്ട് വയ്ക്കും. അപ്പോഴത്തേക്കും ബാക്കിൽ നിന്ന് ഒരുത്തം വന്നിട്ട് അവൻ്റെ തലയ്ക്ക് വയ്ക്കും, പോലീസുകാരൻ്റെ തലയ്ക്ക് വയ്ക്കുമെന്ന് കൊടുത്തിട്ട് എന്താ പറയുക വാനിലോട്ട് കയറ്റിയിട്ട് അതിന് തലയിലൊരു മാസ്കോളം എന്തോ ഇട്ടിട്ട് എന്താ പറയുക കുറേ ഇട്ടിക്കും. അങ്ങനെ ഇട്ടിച്ചിട്ട് അവരവിടെ നിന്ന് വാനും അടച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആ വാന് വേറൊരു സ്ഥലത്തോട്ട് ഇങ്ങനെ തിരിയുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ തന്നെ നമ്മുടെ മറ്റൊരു കാറും വന്ന് തിരിയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആ പോലീസുകാരൻ്റെ വണ്ടി മറ്റൊരുത്തൻ ഓടിച്ചു കൊണ്ടിരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹീറോയിനും അതേ വഴി തന്നെ വന്ന് തിരിയുന്നുണ്ട്. അങ്ങനെ അവൾ കുറച്ച് ദൂരം അങ്ങനെ പോകുമ്പോഴത്തേക്കും അവളൊരു ആമേനെ കാണുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ നോക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ആമേനെ സഹായിക്കുന്ന രീതിയിൽ അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആമേനെ എടുത്തിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് നിന്ന് വെച്ച് കൊടുക്കും. അതിനുശേഷം അവൾ തിരിച്ച് വന്ന് വണ്ടിയിലോട്ട് കയറി വെക്കുമ്പോൾ വണ്ടി ഓണാവുന്നില്ല. അതിനുശേഷം ഒന്നും കൂടി സ്റ്റാർട്ടാക്കുമ്പോൾ അത് വീണ്ടും ഓണാവും. അയാൾ
കുറച്ച് ദൂരം പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വില്ലന്മാരെ കാണിക്കുമ്പോഴത്തേക്കും വില്ലന്മാർ എന്താ പറയുക, ആ വാനുമായിട്ട് അവരുടെ ഒരു സ്ഥലമുണ്ട്, അതായത് മൊത്തം മരുഭൂമി തന്നെയാണ്. അതിൻ്റെ ഇടയിൽ അവരൊരു ഗേറ്റ് പോലെയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് അവരുടെ ഒരു സ്ഥലമുണ്ട്, അവിടത്തേക്ക് ആ വാനിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിന് കുറച്ച് ദൂരം ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അവളുടെ വണ്ടി വീണ്ടും ബ്രേക്ക് ഡൗൺ ആയി. അതായത് വണ്ടി നിന്നുപോയി, എൻജിൻ ആകെ ചൂടായിട്ട് അതിന് അങ്ങനെ തിളച്ച വെള്ളമൊക്കെയാണ് വരുന്നത്. സഹായത്തിന് നോക്കുമ്പോൾ ആരും കാണുന്നില്ല. അവൾ ഫോണിൽ സഹായത്തിന് ആരെങ്കിലും വിളിച്ച് നോക്കുമ്പോൾ ഫോണിലാണെങ്കിൽ റേഞ്ചും കിട്ടുന്നില്ല. ഇവളാണെങ്കിൽ നിൽക്കുന്നതോ നമ്മുടെ ആ വില്ലന്മാരുടെ ആ ഗേറ്റിൻ്റെ പറഞ്ഞിട്ടില്ലേ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവൾ നിൽക്കുന്നതും. അങ്ങനെ നമ്മുടെ ഗേറ്റിനുള്ളിൽ കാണിക്കുമ്പോഴത്തേക്കും ഈ പോലീസുകാരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോസ് ആണെങ്കിൽ തോക്ക് കൊണ്ടിട്ട് നിന്നിട്ട് പറയും, ആ ഡ്രൈവർ ചെക്കനെ ഇങ്ങനെ വിളിക്കും. ഡ്രൈവർ ചെക്കനെ വിളിച്ചിട്ട് പറയും, നീ കാരണമാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്, നീ തന്നെ ഇവനെ കൊല്ലണം എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇവനാണെങ്കിൽ ആകെ പേടിച്ചാണ് വരുന്നത് തന്നെ. ആ തോക്ക് എടുക്കുമ്പോൾ തന്നെ കൈയെല്ലാം ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ബോസ് പറയും, നീ ആ പാറയിലോട്ട് രണ്ടോട്ടം ഷൂട്ട് ചെയ്യാൻ പറയും. അപ്പോൾ അവൻ ആ പാറയിലോട്ട് ഇങ്ങനെ പേടിച്ചിട്ടാണെങ്കിലും രണ്ടോട്ടം ഇങ്ങനെ ഷൂട്ട് ചെയ്യും. ഇനി നീ ഇവനെ ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് പോലീസുകാരനെ ഷൂട്ട് ചെയ്യാൻ പറയും. അപ്പോഴത്തേക്കും ഈ ശബ്ദമെല്ലാം കേട്ടിട്ട് നമ്മുടെ ഹീറോയിൻ എന്തായാലും പെട്ടു. പിന്നെ എന്തായാലും ഇവിടെ വെള്ളം ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ കയ്യിൽ നിന്നൊരു ബോട്ടിലും എടുത്തിട്ട് വെള്ളം കിട്ടുമെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ അവിടെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കനുണ്ടല്ലോ ഡ്രൈവർ, ആ ഡ്രൈവർ ചെക്കൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ, ശരി നീ നിൻ്റെ അമ്മയുടെ അടുത്തിട്ട് തിരിച്ചു പോകും എന്നും പറയുമ്പോൾ ബോസ് പറയുമ്പോൾ അങ്ങനെ ഇവനെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ദേഷ്യം പിടിപ്പിക്കുമ്പോഴത്തേക്കും നമ്മുടെ പോലീസുകാരെന്ന് പറയുന്നുണ്ട്, വേണ്ട എന്നെ കൊല്ലണ്ട, ഞാൻ ആരോടും പറയത്തില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രൈവർ ചെക്കൻ അവനെ ഷൂട്ട് ചെയ്തിട്ടാണ്. ഈ ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ ആ പോലീസുകാരങ്ങ് നിലത്തോട്ട് വീഴുന്നത് നമ്മുടെ ഹീറോയിൻ കാണുന്നതും അവളുടെ കയ്യിലിരിക്കുന്ന ആ ബോട്ടിലുണ്ടല്ലോ അത് താഴത്തോട്ട് വീഴാണ്. താഴത്തോട്ട് വീഴുമ്പോൾ ഈ ഒച്ച കേട്ടിട്ട് ഇവന്മാരെല്ലാവരും ഇവളെ കാണുന്നുണ്ട്. ഇവളെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പെട്ടു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ഓടുകയാണ്. നല്ല രീതിയിൽ വെച്ചാൽ നല്ല സ്പീഡിൽ തന്നെ അവൾ ഓടുകയാണ്. അത് കണ്ട് നമ്മുടെ വില്ലന്മാരാണെങ്കിൽ ബാക്കിലൂടെ നല്ല രീതിയിൽ ഓടി വരുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ നല്ല പേടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഓടുന്നത്. അങ്ങനെ കുറച്ച് ദൂരം ഓടുമ്പോഴത്തേക്കും ഇവന്മാർ ഇവളെ പിടിച്ചിട്ട് എന്താ പറയുക, മറ്റവൻ കത്തി എടുത്തിട്ട് ഇന്ന് കാണിക്കും, നീ ആരാ, നീ എന്തിനാണ് വന്നത്, നിന്നെ ആരാ ഇവിടെ പറഞ്ഞു വിട്ടെന്നെല്ലാം പറയുമ്പോൾ ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം അങ്ങനെ പറയും. അപ്പോൾ ഇതെല്ലാം കേട്ട് നമ്മളെ ഇവന്മാർ പറയും, അല്ല നീ ഒറ്റയ്ക്കാണോ ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൾ പറയും, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇതെല്ലാം കേട്ട് നമ്മുടെ ഇവന്മാരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവളതിനെ പൊക്കിയെടുത്തിട്ട് എന്താ പറയുക, ഇവരുടെ ആ ബേസ്മെൻറ്റല്ല ആ ഗേറ്റ് ആ സംഭവം അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ 6 പേരുണ്ട്. എന്താ ചെയ്യുന്ന അറിയത്തില്ല. സത്യം പറയല്ലോ, ഇത് മൂവിയിൽ ഈ ശബ്ദമൊക്കെ കൂടി കാണുമ്പോൾ നമുക്ക് ഒരുമാതിരി ഫീൽ അടിക്കും. അങ്ങനെ ഇവന്മാർ കൊടുന്നിട്ട് ഇവിടെ നടുക്കി കഴിഞ്ഞിട്ട് ഇവന്മാരെല്ലാവരും കൂടി ഇങ്ങനെ ആലോചിക്കുകയാണ് ഇവളിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ ഇതേ ഗ്യാപ്പിൽ തന്നെ എന്താ പറയുക, നമ്മൾ ആ പോലീസുകാരൻ ഇഴഞ്ഞിട്ട് അവൻ്റെ കാറിൻ്റെ അടുത്തോട്ടാണ് പോവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ആ വെടി വെച്ചത് അവൻ്റെ ഷോൾഡറിലോട്ടാണ്, അപ്പം മരിച്ചിട്ടില്ല. അപ്പോൾ അവൻ പോലീസുകാരെങ്ങനെ കാണിക്കുന്നുണ്ട് മിണ്ടരുത് എന്ന് തന്നെ കാണിച്ചുകൊണ്ട് തന്നെ മെല്ലെ അതിലോട്ട് കയറാണ്. അവളുടെ അവൻ്റെ വണ്ടീൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ആ പോലീസുകാർ ഇഴഞ്ഞ് പോവാണ്. അപ്പോൾ ഇവന്മാരെല്ലാം കൂടി 6 ആളും കൂടി തീരുമാനം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ 6 ആളും കൂടിയിട്ട് ഓരോരുത്തരായിട്ട് പോയിട്ട് ഇവളെ റേപ്പ് ചെയ്ത് വരണം എന്നാണ് ഇവർ തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടത്തിൽ ആദ്യം പോകുമെന്ന് പറയുമ്പോൾ ആ ചേട്ടനനിയൻ ഉണ്ടല്ലോ, അതിൽ അനിയൻ ചെക്കനുണ്ട് ജയ്, അവൻ തന്നെ ആദ്യം പോകാമെന്ന് പറഞ്ഞിട്ട് അവളെ വലിച്ചെടുത്ത് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ ജയ് ആണ് ഇതിൽ ഏറ്റവും വലിയ കാമക്കാടി എന്നുള്ള കാര്യം. അങ്ങനെ എന്നെ കൊണ്ടിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ ഹാൻഡ് കഫ് എടുത്തിട്ട് അവിടെ ഒരു പൈപ്പുണ്ട്, ആ പൈപ്പിൽ ബന്ധിപ്പിച്ചിട്ട് ഇവളുടെ ഡ്രസ്സെല്ലാം അവൻ്റെ കയ്യിലൊരു കത്തിയുണ്ട്, ആ കത്തി കൊണ്ട് വലിച്ച് കീറുമ്പോൾ തന്നെ ഇവൾ പറയുന്നുണ്ട്, എന്നെ ഒന്നും ചെയ്ത് എന്നെ വിട് എന്നെല്ലാം പറയുന്നുണ്ട്. അതൊന്നും ജയ് കേൾക്കുന്നില്ല. അതേസമയം തന്നെ നമ്മളെ പോലീസുകാരുണ്ടല്ലോ, പോലീസുകാരൻ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നല്ല എസ്കേപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇവരെല്ലാവരും ഇട്ട് എന്താ പറയുക, അവരുടെ കയ്യിലുള്ള ഗണ്ണും എടുത്തിട്ട് ഈ പോലീസുകാരങ്ങനെ വെടി വയ്ക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇതാക്കാണ്ട് നമ്മുടെ പോലീസുകാരൻ മുന്നോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ജയ് ഉണ്ടല്ലോ, ജയ്യും പോലീസുകാരൻ പോയതിൽ തന്നെ അവനും അവൻ്റെ ഗണ്ണും എടുത്തിട്ട് ഓടുകയാണ്. അവൻ്റെ കയ്യിലൊരു കത്തിയും ഒരു ബാഗുണ്ട്, അതെല്ലാം താഴത്തിട്ടാണ് അവൻ ഓടുന്നത്. ആ താഴത്തിട്ട് ഓടുമ്പോഴത്തേക്കും എന്താ പറയുക, പോലീസുകാരൻ്റെ പിന്നാലെ തന്നെ അവർ ഓടുന്നുണ്ട്. അത് ഓടുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഈ ബാഗ് എടുക്കാനും ശ്രമിക്കുകയാണ്. കാരണം ആ ബാഗിലാണ് ആ ചാവിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ ഓടിയിട്ട് കിട്ടുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ബോസ് എന്താണെന്ന് വെച്ചാൽ ബോസിൻ്റെ കയ്യിലൊരു സ്നൈപ്പർ ഉണ്ട്, അതൊരു പൊക്കമുള്ള കല്ല് മേടിച്ചിട്ട് അപ്പോൾ തന്നെ നമ്മുടെ പോലീസുകാരനെ അവിടെ വെച്ച് കൊല്ലുകയാണ്. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ബാഗ് എടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ എങ്ങനെയൊക്കെ കാലൊക്കെ ഇതൊക്കെ ആക്കിയിട്ട് ആ ബാഗ് എങ്ങനെയൊക്കെ എടുക്കും. ബാഗ് എടുത്തതിനുള്ള കീ ഉണ്ട്, ആ കീ എടുത്തിട്ട് അവളുടെ ഹാൻഡ് കഫ് ഊരിയെടുത്തിട്ട് അങ്ങനെ ഓടാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും അവിടെ കിടക്കുന്നൊരു കത്തിയുണ്ട്, ആ കത്തിയും അവളുടെ എടുത്ത് കയ്യിൽ വയ്ക്കും. കയ്യിൽ വെച്ചിട്ട്
ബാക്കിലൊരു പാറയുണ്ട്, ആ പാറയുടെ അവിടേക്കാണ് അവൾ ഓടിപ്പോകുന്നത്. അങ്ങനെ മറ്റൊരിടത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ വില്ലന്മാരുണ്ടല്ലോ, അവന്മാരെന്താ പറയുക, ആ പോലീസുകാരൻ മരിച്ചെന്ന് കൺഫേം വേണ്ടി വന്നപ്പോഴത്തേക്കും അവൻ്റെ ഹെഡിൽ തന്നെയാണ് കൊണ്ടുള്ളത്. അതുകൊണ്ട് അപ്പം തന്നെ സ്പോട്ടി മേടിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ നോക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ആ വേലുണ്ടല്ലോ, ഗേറ്റ്, അതെല്ലാം ചാടിക്കടന്ന് ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ അവളുടെ ആ കാറുണ്ട്, ആ കാറിന് എടുത്തിട്ട് ഓടുകയാണ്. ഓടിപ്പോയിട്ട് കുടിക്കാനുള്ള ഒരു കുപ്പി വെള്ളവും അതുപോലെ തന്നെ ബാക്കിൽ ഒരു ബാഗുണ്ട്, അതും എടുത്തിട്ട് വേറൊരു വേലിയുണ്ട്, അതും ചാടിയിട്ട് ആ വശത്തോട്ട് ഇങ്ങനെ ഓടിപ്പോവാണ്. അപ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ജയ് വന്ന ചെക്കണ്ടല്ലോ റേപ്പ് ചെയ്യാൻ വന്നത്, അവൻ വന്ന് തിരിച്ചു വന്ന് നോക്കുമ്പോഴത്തേക്കും അവളെ കാണാനില്ല. അപ്പോൾ അതെല്ലാം വന്നിട്ട് ഇവന്മാരോട് ഇങ്ങനെ പറയും. ഇവന്മാരോട് പറയുമ്പോൾ അതിലെ ബോസ് ഉണ്ടല്ലോ, അവൻ വന്നിട്ട് വരും, ഒരു പെണ്ണിനെ പോലും നിൽക്ക് നേരെ നോക്കാറത്തില്ലേ, അവളുടെ അടുത്ത് ചാവിയും കൊടുത്ത് വന്നിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു കാറും എടുത്തിട്ട് ഇവളെ അന്വേഷിക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ്റെ ഫാദർ ഉണ്ടല്ലോ, അച്ഛൻ ഇങ്ങനെ ആ ക്ലോക്ക് നോക്കിയിട്ട് ഇവൾ കുറേ ടൈമായല്ലോ വരാൻ വൈകുന്നേ എന്നെല്ലാം നോക്കിയിട്ട് നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട്. അതിനുശേഷം കുറേ വട്ടം വിളിച്ച് ട്രൈ നോക്കുന്നുണ്ട്, കോൾ ചെയ്തിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ കോളൊന്നും കിട്ടുന്നില്ല, നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നത്, ഹീറോയിൻ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് കുറേ നേരം ഇരുന്ന് കരയുന്നുണ്ട്. അങ്ങനെ കുറേ നേരം ഇരുന്ന് കരഞ്ഞിട്ട് അവളുടെ ബാഗെല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് വെള്ളം കുപ്പിയെല്ലാം നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ മറ്റൊരു വശത്ത് നോക്കുമ്പോഴത്തേക്കും ഇവളുടെ കാറ് കാറിൻ്റെ അടുത്തോട്ട് അവന്മാർ വന്നിട്ട് ആ കാറ് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഇവളുടെ ID കാർഡ്, ഇവളുടെ പേര്, ഇവൾ എവിടെ നിന്നാണ് വരുന്നത്, ഇവൾ എന്താണ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മനസ്സിലാക്കി. അതുമാത്രമല്ല ഈ കാറിൻ്റെ ബാക്കിൽ ഇവൾ നടന്നു പോയ കാൽപ്പാടങ്ങളുണ്ട്, ആ കാൽപ്പാടങ്ങൾ നോക്കിയിട്ട് ഇവൾക്ക് ഫോളോ ചെയ്യാമെന്നുള്ള ഇതെല്ലാം ഇവന്മാർ ആ ബോസിനെ വിളിച്ചിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവന്മാർ ആ കാൽപ്പാടം ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് ആ ഡ്രൈവർ ചെക്കൻ ആ ബോസിനോട് തന്നെ പറയുന്നത്, എനിക്കിങ്ങനെ മരുഭൂമിയിൽ വേട്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് അവിടെ എവിടെ പോയാലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ള കാര്യം പറയും. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ബോസാണെങ്കിലും അവനെ കൂട്ടിയിട്ട് അങ്ങോട്ട് വരികയാണ്. അങ്ങോട്ട് വന്നതിന് ശേഷം ഇവനാണെങ്കിലോ കറക്റ്റ് ആ കാൽപ്പാടം നോക്കിയിട്ട് ഇവൾ കറക്റ്റായിട്ടുള്ള എവിടെ നിന്നാണോ ആ വേലി ചാടിയത് അവിടത്തോട്ട് തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ ഇവരാണെങ്കിലും അവൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നോക്കുമ്പോഴത്തേക്കും ഇവർ വന്ന് ഈ വഴിയൊക്കെ ഉണ്ടല്ലോ, ഈ വഴിയിൽ നടന്ന കാൽപ്പാടങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവരിങ്ങനെ മാച്ചാണ് ഇവർ വരുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ നിൽക്കുന്നില്ല, അവൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, എത്ര ദൂരം എത്താൻ പറ്റും അത്ര ദൂരം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് ഹീറോയിൻ ഒരു സ്ഥലത്ത് നിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇവളുടെ കാൽപ്പാടങ്ങൾ. അങ്ങനെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവൾ പുല്ലിലൂടെ ഓടുകയാണ് ചെയ്യുന്നത്, ഒരു പുല്ല് പോലെ സ്ഥലത്തൂടെ ഓടുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഇവനെ നോക്കുമ്പോഴത്തേക്കും ഇവൻ എങ്ങനെ പോലും കണ്ടുപിടിക്കുന്നതാണെന്ന് തോന്നുന്നത്. കാരണം ഇവൻ കറക്റ്റായിട്ട് തന്നെ അവൾ ഇരുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അവൾ ആ പാറടിയിലിരുന്നില്ലേ, അവിടെ കറക്റ്റായിട്ട് ഇവൻ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ വീണ്ടും മുന്നോട്ട് തന്നെ കാൽപ്പാടങ്ങൾ നോക്കി പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വേറൊരാൾ എന്താ പറയുക റോഡിലൂടെ അങ്ങനെ വണ്ടി ഓടിച്ചു വരുമ്പോൾ ഒരു കാറ് കാണുന്നുണ്ട്, നമ്മുടെ ഹീറോയിൻ്റെ കാറ് കാണുന്നുണ്ട്. അപ്പോൾ ഇയാളാണെങ്കിലും ഇതെങ്ങനെയാണ് ഇവിടെ നിന്ന് നോക്കിയിട്ട് ഇവിടെ ഇറങ്ങി നോക്കുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയെന്ന് മനസ്സിലായി. അങ്ങനെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ ഇവളുടെ പാസ്പോർട്ട് എടുക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഇവളുടെ പേരുണ്ട്. അപ്പോൾ ഇവളുടെ പേരിങ്ങനെ വിളിക്കുന്നുണ്ട്, എമ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിനാണെങ്കിലോ കുറേ ദൂരം ഓടി ഇങ്ങനെ വന്നിട്ട് അവളുടെ കയ്യിൽ ഒരു ബൈനോക്കുലർ ഉണ്ട്. ആ ബൈനോക്കുലർ വെച്ചിട്ട് ഇങ്ങനെ ദൂരത്തോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇവന്മാർ ഇപ്പോൾ ഇവളുടെ കാൽപ്പാടങ്ങൾ ഫോളോ ചെയ്തിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇത് കാണുന്നതും നമ്മുടെ ഹീറോയിന് മനസ്സിലാവുന്നുണ്ട് ഇവളുടെ കാൽപ്പാടങ്ങൾ ഫോളോ ചെയ്തിട്ടാണ് വരുന്നുള്ള കാര്യം. അപ്പോൾ എങ്ങനെ ഇത് തെറ്റിച്ചേ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവൾ കുറച്ച് മുന്നോട്ട് നടക്കും, കുറച്ച് ബാക്കോട്ട് നടക്കും. അങ്ങനെ കുറേ ഫുഡ് സ്റ്റെപ്പുകൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി വയ്ക്കും. ഇവന്മാർക്ക് വേഗം കൺഫ്യൂഷൻ ആവാൻ വേണ്ടിയിട്ട്, അതായത് ദിശ അറിയാണ്ട് കൺഫ്യൂഷൻ ആവാൻ വേണ്ടിയിട്ട് എത്തിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഡ്രൈവർ ചെക്കൻ നോക്കുമ്പോൾ ഈ ഡ്രൈവർ ചെക്കൻ കറക്റ്റായിട്ട് ഇവൾ വന്ന് നിന്നിട്ട് ആ പുല്ലിലോട്ട് ഓടിയില്ലേ അതടക്കം ഇവൻ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ പിന്നാലെ ഇവരിങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മറ്റേ ആളുണ്ടല്ലോ അപ്പൂപ്പൻ, ആ ഡ്രൈവർ അപ്പൂപ്പൻ നോക്കുമ്പോഴത്തേക്കും ആ ഡ്രൈവർ അപ്പൂപ്പൻ ഇവളുടെ ആ ഫോണും കാറിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ട് ഇവളുടെ അച്ഛനെ വിളിക്കുന്നുണ്ട്. അച്ഛനെ വിളിച്ചിട്ട് പറയും, ഇയാളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അച്ഛൻ ചോദിക്കും താൻ ആരാന്ന് ചോദിക്കും, പറയും ഇങ്ങനെ നിങ്ങളുടെ മോളുടെ കാർ ഇങ്ങനെ കണ്ടു, എന്താ പറയുക ബ്രേക്ക് വേണ്ടി എടുക്കുന്നുണ്ടോ, ഈ ഫോൺ മാത്രമേ കാണാനുള്ളൂ, ആരും കാണാനില്ല എന്നെല്ലാം പറയും. അങ്ങനെ ഇയാളാണെങ്കിലും ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് എന്നെല്ലാം ഈ അച്ഛനോട് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനോട് പറയും ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അച്ഛനും ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ അവൾ കുറച്ച് മേലത്തോട്ടാണ് വന്നത്. അവിടെ നോക്കുമ്പോഴത്തേക്കും അവൾ നല്ല ദാഹിക്കുന്നുണ്ട്. അവൾ കുറച്ച് ദൂരത്തോട്ട് നോക്കുമ്പോൾ ഒരു കിണറും കാണുന്നുണ്ട്. അപ്പോൾ ആ കിണറിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ ഓടുകയാണ്. അതേസമയം നമ്മുടെ വില്ലന്മാർ കാണിക്കുമ്പോൾ അവരിങ്ങനെ ട്രേസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇവളാണല്ലോ ആകെ ദിശ തെറ്റിച്ച് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവർ ആ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നതാണ്. അപ്പോഴത്തേക്കും അതിലിടയുള്ള ഒരാളുണ്ട്, അയാൾ പറയും നമ്മൾ 6 പേരില്ലേ, അപ്പം നമുക്ക് 2 വെച്ചിട്ട് 3 ദിശയിലോട്ട് പോയി നോക്കാം എന്ന് പറയും. അങ്ങനെ നമ്മളാ ചേട്ടനനിയന്മാരുണ്ടല്ലോ അവർ പോകുന്ന ദിശ അവർ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും അവന്മാർ എന്താ പറയുക ഇവളുടെ
കാൽപ്പാടങ്ങളുടെ ഇത് കാണും. അതായത് ആ ചേട്ടനിയന്മാരുണ്ടല്ലോ അവർ കുറച്ച് കൂടി മുഖത്തേക്കത്തേക്കും ഇവളുടെ കാൽപ്പാടത്തിൻ്റെ ബാക്കി ഭാഗം ഇവരിന്ന് കാണും. അങ്ങനെ കാണുമ്പോഴത്തേക്കും മറ്റവൻ ഇവരെ വിളിച്ച് പറയാം, ബോസിനെ വിളിച്ച് പറയാമെന്ന് വേണ്ടിയിട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ജയ് പറയും വേണ്ട നമുക്കിത് കൺഫേം ചെയ്തിട്ട് പറയാം എന്നിങ്ങനെ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ, ഹീറോയിനെ കാണുമ്പോഴത്തേക്കും ഹീറോയിൻ ആ കിണർ പോലത്തെ സംഭവം കണ്ടല്ലോ അവിടെ വന്നിട്ട് ഇപ്പോൾ അവിടെ നിന്ന് നല്ല രീതിയിൽ വെള്ളമെല്ലാം കുടിക്കുകയാണ്. അങ്ങനെ കുടിച്ച് നിൽക്കുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ആ ചേട്ടനിയന്മാരുണ്ടല്ലോ അവന്മാർ കുറച്ച് മേലോട്ടിന് വന്നിട്ട് ഇവർ നിൽക്കുന്ന സ്ഥലം, നമ്മുടെ ഹീറോയിൻ നിൽക്കുന്ന സ്ഥലം കണ്ടുപിടിക്കുമ്പോഴത്തേക്കും അപ്പോഴും മുമ്പായിരുന്നിട്ട് നമുക്ക് അവനെ വിളിച്ച് പറയാമെന്നൊരു കാര്യം പറയുമ്പോഴത്തേക്കും നമ്മുടെ ജയ് പറയും വേണ്ട നമുക്ക് അവളെ പിടിച്ചിട്ട് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആദ്യം ഇവളെ റേപ്പ് ചെയ്യണം, അതാണ് സംഭവം. അതിനാണ് ഇവനിങ്ങനെ വെപ്രാളം കൂട്ടുന്നത്. അതേസമയം നമ്മുടെ റോഡിലോട്ട് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ എമ്മയുടെ അച്ഛനെത്തിയിട്ട് അവർ ആ കാറിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഇങ്ങനെ നോക്കും. കാറിൻ്റെ അടുത്തോട്ട് നോക്കുമ്പോഴത്തേക്കും അവരവിടെ നടന്ന ആ കാൽപ്പാടങ്ങളുണ്ടല്ലോ അതെല്ലാം അവിടെ മാച്ചിട്ടുണ്ട്. ആ മാച്ചതെല്ലാം അവർ കാണും. അതിനുശേഷം കുറച്ച് ദൂരോട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു 6-7 ആൾക്കാരുടെ കാൽപ്പാടങ്ങൾ കാണും. അപ്പോൾ അച്ഛൻ പറയും ഇത്ര പേര് എന്തായാലും ഉണ്ട്, എൻ്റെ മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയും. അതേസമയം നമ്മുടെ എമ്മേനെ കാണിക്കുമ്പോഴത്തേക്കും എമ്മ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജയ് മെല്ലെ ഇങ്ങനെ ബാക്കിലോട്ട് വന്നിട്ട് അവൻ്റെ കയ്യിലുള്ള ഗണ്ണുണ്ടല്ലോ ഗണ്ണെടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഇവൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവൻ്റെ കയ്യിൽ ഗണ്ണാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇവനാണെങ്കിലും പറയും നിൻ്റെ കയ്യിലുള്ള ആ വാട്ടർ ബോട്ടിൽ എനിക്ക് കാട്ടുമെന്ന് പറയും. അപ്പോൾ ഇവളാണെങ്കിലും അവളുടെ കയ്യിലുള്ള ആ വാട്ടർ ബോട്ടിൽ അവനെ എറിഞ്ഞു കൊടുക്കും. അതിനുശേഷം അപ്പോഴത്തേക്കും നമ്മുടെ ഇവനുണ്ടല്ലോ മറ്റവനങ്ങനെ മേലെ നിന്നിട്ട് നോക്കും, അവനെന്തോ താല്പര്യമില്ലാത്ത പോലെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഇവനാണെങ്കിലും ആ വെള്ളം എടുത്ത് കുടിച്ചിട്ട് ഇവളുടെ അടുത്തോട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ നോക്കും. അപ്പോൾ ഇവൾ പറയും വേണ്ട ഒന്നും ചെയ്യല്ലെന്നും പറയും. ഇവനാണെങ്കിൽ ഒരു മനസ്സാക്ഷി ഇല്ലാതെ തന്നെ ഇവളെങ്ങനെ അവൻ്റെ നാക്കുകൊണ്ട് ഇങ്ങനെ ഇവളെല്ലാം നക്കൊക്കെ ചെയ്യും. അതിനുശേഷം ഇവളെങ്ങനെ കിസ് ചെയ്യുമ്പോഴത്തേക്കും ഇവളെന്ന് പറയും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൾ സഹി കെട്ടിട്ട് ഇവളുടെ കഴിക്കുന്ന ഒരു കത്തി ഉണ്ടല്ലോ അവൾ എടുത്ത് വെച്ച കത്തി അതെടുത്തിട്ട് ഇവൻ്റെ മേത്തോട്ട് കുത്തും. അങ്ങനെ കുത്തി ഇവൻ അവിടെ വെച്ച് തന്നെ കൊന്ന് അവനെ താഴത്തോട്ടിടും. തുടങ്ങുമ്പോഴത്തേക്കും നമ്മളെ മറ്റവണ്ടല്ലോ ഇവൻ്റെ ഏട്ടൻ മേലെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇവളെ മാത്രമേ കാണാനുള്ളൂ, ജയിനെ കാണാനില്ല. അപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ഇങ്ങനെ വിളിച്ച് പറയും എന്താ പറയുക ഇവളിപ്പോൾ എൻ്റെ കൺമുമ്പിലുണ്ട് ഇങ്ങോട്ട് വായോ എന്നിങ്ങനെ പറയും. ഇതെല്ലാം ഇവൾ കേൾക്കിട്ട് ഇവളെന്താ പറയുക ആ കത്തിയെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം അവളുടെ കയ്യിലുള്ള ജയിൻ്റെ കയ്യിലുള്ള ആ ഗണ്ണുണ്ടല്ലോ ആ ഗണ്ണും എടുത്തിട്ട് അവൾ ഓടിപ്പോവാണ് ഇവിടുന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളെ മറ്റവൻ എന്താ പറയുക ഇങ്ങനെ അടിയിലോട്ട് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോണ്ട് ജയ് മരിച്ചു കിടക്കുന്നത്. ഇത് കാണുന്നത് ഇവനാകെ ഭ്രാന്ത് പിടിക്കുന്നത്. അത് മാത്രമേ നല്ല രീതിയിൽ വിഷമം വരുന്നത്, ഇവനാകെ കരഞ്ഞ് ചീറി പൊളിക്കുകയാണ്. അതിനുശേഷം നമ്മളെ ബോസിനെ ഇങ്ങനെ വിളിച്ചിട്ട് പറയുകയാണ് എന്താ പറയുക ഞാൻ എന്തായാലും ഈ പെണ്ണെ പിന്നാലെ പോവുകയാണ് എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബോസ് പറയുന്നത് വേണ്ട ഞങ്ങൾ വന്നിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ അതൊന്നും പറ്റത്തില്ല, ഞാൻ എന്തായാലും എൻ്റെ വൈരാഗ്യം തീർക്കാൻ പറ്റും പറഞ്ഞിട്ട് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ഇവളെ പിന്നാലെ പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിനാണെങ്കിൽ ഒരു കല്ലുള്ള സ്ഥലങ്ങളുണ്ട്, ഒരു പാറക്കൽ, ഇതിൻ്റെ മേലോട്ട് കയറാൻ നല്ല സിമ്പിളാണ്. അപ്പോൾ അവളാണെങ്കിലും അതിൻ്റെ മേലോട്ട് ഒന്ന് കയറുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആ വെള്ളം കുടിച്ച സ്ഥലം ഉണ്ടല്ലോ അവിടത്തേക്കും ഇവന്മാർ വരുമ്പോഴത്തേക്കും ഉണ്ട് എന്താ പറയുക ജയ് മരിച്ചെടുക്കുന്നതാണ് ഇവർ കാണുന്നത്. അതിനുശേഷം നമ്മുടെ മറ്റവൻ ഇവളുടെ കാൽപ്പാടങ്ങൾ ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോഴത്തേക്കും മേലെ നിന്ന് നമ്മുടെ ഹീറോയിൻ ഒരു കല്ല് എടുത്തിട്ടുണ്ട് തലയ്ക്ക് നോക്കി തന്നെ എറിയും. അങ്ങനെ അവൻ്റെ ബോധം പോവും. അതിനുശേഷം ബോധം പോയില്ലെന്ന് വെച്ചിട്ട് ഇവളിങ്ങനെ ഇറങ്ങി വന്ന് നടക്കുമ്പോഴത്തേക്കുമാണ് ഇവൻ്റെ ബോധം പോയിട്ടില്ല. അവളുടെ കാല് പിടിച്ചിട്ട് നിലത്തിട്ട് അടിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക അവളെ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അവളുടെ കയ്യിലുള്ള ഗണ്ണുണ്ടല്ലോ അവളുടെ കയ്യിലുള്ള ഗണ്ണ് എടുത്തിട്ട് ഇവനെങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴത്തേക്കും ഇവൻ അവളുടെ ഗണ്ണ് പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയാവുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ ഇവളെന്ത് ചെയ്യുക ഇവനെ ഷൂട്ട് ചെയ്തിട്ടിട്ട് എന്താ ചോദിച്ചാൽ ഇവൻ്റെ ഗണ്ണുണ്ടല്ലോ ഇവൻ്റെ ഗണ്ണ് എടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം നമ്മൾ ആ കിണറിൻ്റെ അവിടെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ ഇപ്പോൾ ഫോളോ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇവനെ മരിച്ച് കിടക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ നല്ല സന്തോഷമുണ്ട്. കാരണം തൻ്റെ മകൾ തന്നെ ആയിരിക്കും ഇങ്ങനെ കൊന്നതെന്ന് നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം മറ്റവന്മാരെങ്ങനെയൊക്കെ ഇവിടെ പാറടിക്ക് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇവനിങ്ങനെ മരിച്ച് കിടക്കുന്നത് കാണുന്നുണ്ട്. ഇപ്പോൾ ഇവർ മനസ്സിലാക്കും എങ്ങനെയാണ് ഇവളെ പിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ കുറച്ച് ദൂരത്തോട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു ബിൽഡിംഗ് എല്ലാം കാണുന്നുണ്ട്. അങ്ങനെ ഇവന്മാരെവിടെ എത്തി നോക്കിയിട്ട് ബൈനോക്കുലർ പിടിച്ച് നോക്കുമ്പോൾ ഇവന്മാർ ഇവളെ ഫോളോ തന്നെ വരുന്നുണ്ട്. ഈ ഇവന്മാരാണെങ്കിലോ ഇവളെ കാണുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബോസ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിലുള്ള സ്നൈപ്പർ എടുത്തിട്ട് ഇവളെ ഇങ്ങനെ വെടിവെക്കാൻ നോക്കുമ്പോൾ ഇവളെങ്ങനെയൊക്കെ മാറി ആ ബിൽഡിങ്ങിൻ്റെ സ്ഥലത്തോട്ട് ഇങ്ങനെ ഓടിപ്പോവാണ്. അപ്പോഴത്തേക്കും ഇവന്മാർ മനസ്സിലാക്കും അവളെന്തായാലും ആ പാറയുടെ അടിയിൽ തന്നെ ഉണ്ടാക്കിയെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ പാറയുടെ അടിയിൽ അവളെ കാണാനില്ല. അങ്ങനെ കുറച്ച് മുന്നോട്ട് നോക്കുമ്പോഴാണ് ആ ബിൽഡിങ് കാണുന്നത്. അങ്ങനെ ഇവന്മാർ അവളെ ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഫോളോ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഹീറോയിനോടെ നോക്കുമ്പോൾ ഹീറോയിനും ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ
ഒളിച്ചിരിക്കുമ്പോഴത്തേക്കും ഇവളെ തന്നെ നമ്മുടെ ബോസ് കാണുമ്പോൾ അവൻ്റെ കയ്യിലുള്ള ആ ഗണ്ണ് വെച്ചിട്ട് ഇവളെ എങ്ങനെ ഷൂട്ട് ചെയ്യണം. അങ്ങനെ മറ്റവന്മാരാണെങ്കിലോ എങ്ങനെയൊക്കെ വളഞ്ഞ് ഇവളുടെ അടുത്തോട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇവൾക്ക് മനസ്സിലായി ഇവനെ ഇരുന്നാൽ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവൾ ആ വെടിയിൽ നിന്ന് എങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് അവിടെ ഒരു വീടുണ്ട്, ആ വീടിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. നോക്കുമ്പോഴത്തേക്കും അതൊരു പഴയൊരു ബിൽഡിംഗ് ആണ്. അങ്ങനെ നമ്മൾ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ കുറേ എന്തോ ഒരു ഇതെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് അവൾ അവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോസാണെങ്കിൽ മേലെയാണ്, അതുപോലെ തന്നെ ബാക്കിയുള്ള 3 പേര് ഇവളുടെ അടുത്തോട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മറ്റേ അച്ഛൻ ഉണ്ടല്ലോ, ഇവളുടെ അച്ഛൻ അവിടെ എല്ലാം തിരഞ്ഞിട്ടതിന് ശേഷം ഇവൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ വരികയാണ്. വീട്ടിലോട്ട് വന്നതിന് ശേഷം ഒരു കസാര എടുത്തിട്ടിട്ട് തൻ്റെ മകൾ വരുന്നതും കാത്തിരിക്കുകയാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം നല്ല കോൺഫിഡൻസ് ഉണ്ട് തൻ്റെ മകൾ തിരിച്ചു വരുന്നുള്ള കാര്യം. അങ്ങനെ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇതിലൊരു താടിക്കാരുണ്ട്. ഈ താടിക്കാരൻ ഈ വീട്ടിനകത്തോട്ട് ഇങ്ങനെ ഗണ്ണും പിടിച്ച് പോവുകയാണ്. അങ്ങനെ ഒരു റൂമിൻ്റെ അടുത്തോട്ട് പോകുന്നതും ഇയാളുടെ ചീറലാണ് കേൾക്കുന്നത്. നോക്കുമ്പോഴത്തേക്കും നമ്മുടെ എമ ഇയാളെ കൊന്നിരിക്കുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആ കമ്പി ഉണ്ടല്ലോ, ആ കമ്പി തൻ്റെ മുഖത്ത് തന്നെ കയറ്റിയിട്ട് ഇയാളെ കൊന്നിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മറ്റേ ഉണ്ടല്ലോ ഡ്രൈവർ ചെക്കൻ ഗണ്ണും പിടിച്ചിട്ട് ഈ വീടിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഇവനാണെങ്കിലും പതിയെ ഇങ്ങനെ ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ അവനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കും. അപ്പോഴത്തേക്ക് ഇവൻ പറയും, ഞാൻ നിരപരാധിയാണ്, എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, എനിക്ക് പേടിച്ചിട്ടാണ് ചെയ്യുന്നതെല്ലാം കരുതിയിട്ട്. ഇപ്പോൾ ഇവളാണെങ്കിലും ഓക്കെ പൊട്ട എന്ന് വിചാരിച്ച് പോവും. അപ്പോഴുണ്ടല്ലോ ഈ വെടുവനാണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ഇവിടെ ഉണ്ട് എന്ന് ചീറി വിളിച്ചു പറയും. ഇതിട്ട് നമ്മളെ ഹീറോയിൻ വെറുതിരിക്കും. അവളുടെ കയ്യിലിരിക്കുന്ന കത്തി എടുത്തിട്ട് ഇവനെ വെട്ട എറിയും. അങ്ങനെ അവിടെ വെച്ച് തന്നെ ഇവനെ കൊല്ലും. അങ്ങനെ ഇതെല്ലാം നമ്മുടെ ബോസ് മേലെ നിന്നിട്ട് ആ സ്കോപ്പിലൂടെ ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ഇവളാണെങ്കിലും പിന്നെ തിരിച്ച് അവളുടെ കയ്യിലുള്ള ഗണ്ണ് എടുത്തിട്ട് ഇങ്ങനെ ഉള്ളിലൂടെ തന്നെ പോവാണ്. അപ്പോഴത്തേക്കും മറ്റൊരുത്തൻ ഗണ്ണും പിടിച്ചിങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നതും ഇവളെ പിടിച്ചിട്ടിട്ട് എന്താ പറയുക, അവിടെ ഇരിക്കുന്ന ഒരു മേശയുടെ അടിയിലോട്ട് ഇടിച്ചിങ്ങനെ അടിച്ചിടുന്നതും ഇവളുടെ കഴിക്കുന്ന ഒരു കമ്പി കിട്ടും. ആ കമ്പി എടുത്തിട്ട് ഇവൻ്റെ തോളിൽ കുത്തുമ്പോൾ ഇവൻ വേന സഹിക്കാൻ പറ്റാതെ തന്നെ ഇവിടെ ഒരു ഒറ്റയടിക്കും. അങ്ങനെ അടിച്ചിട്ടിട്ട് ഇവൻ്റെ കയ്യിൽ ഗണ്ണ് എടുത്തിട്ട് ഇവനെ വെടിവെച്ചാൽ നിൽക്കുമ്പോഴത്തേക്കുമാണ് ഇവൻ എന്തോ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറയും, എന്തോ തോന്നി അറിയത്തില്ല, അവൻ ആ ഗണ്ണ് താഴെട്ടിട്ട് പറയും, നിന്നെ കൊല്ലാൻ എനിക്ക് ഈ ഗണ്ണൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്താ പറയുക, ഇവൻ വന്ന് ഇടിച്ച് തുടങ്ങും. ഇടിച്ചിട്ട് നിങ്ങളൊരു പരിവാക്കുമ്പോഴത്തേക്ക് ഇവളുടെ കയ്യിൽ ഒരു ഇരുമ്പ് പോലത്തെ കഷ്ണം കിട്ടും. ആ ഇരുമ്പ് കഷ്ണം വെച്ചിട്ട് ഇവൻ്റെ തലയ്ക്ക് വയ്ക്കും, ഒന്നാണ്ട് കൊട്ടിക്കും. ഒന്ന് കൊടുക്കുമ്പോൾ ഇവൻ ബോധം കണ്ട് തത്ത് വരും. എന്നിട്ട് ഇവൻ്റെ തല അതുകൊണ്ട് അടിച്ച് പൊട്ടിക്കും. അങ്ങനെ അവനും അവിടെ വെച്ച് എന്നെ കൊല്ലും. അങ്ങനെ ഇവളാണെങ്കിലോ മെല്ലെ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. പുറത്തോട്ട് ഇറങ്ങി വരുമ്പോണ്ട് നമ്മളെ ബോസ് ഉണ്ടല്ലോ, അവൻ ഇന്ന് ഗണ്ണും പിടിച്ചിട്ട് ഇവിടെ നേരെ നിൽക്കുന്നത്. പക്ഷേ ഇവളൊട്ടും പേടി പുറത്ത് കാണിക്കാതെ ഇവനോട് കൊണ്ട് ചോദിക്കും, നീ എന്തിനെങ്ങനെ ഗണ്ണും പിടിച്ച് നിൽക്കുന്നത്, നീ ആണാണെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കുക, ഞാനിവിടെ ഇപ്പോൾ ഒറ്റയ്ക്കുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുന്നതും ഇവനും ആ ഗണ്ണെടുത്ത് താഴെട്ടിട്ട് അത് അത്രേ ഉള്ളൂ, നീ ഒറ്റ വെറും പെണ്ണ് എന്നിൽ നിൽക്കുകയാണ്. അവൻ ചെറിയൊരു ഗണ്ണും അവൻ്റെ കാര്യം വയ്ക്കുന്നുണ്ട്. ആരാണോ ആദ്യം വെടി വയ്ക്കുന്നത് അവർ ജയിക്കും എന്ന രീതിയിൽ നിൽക്കുകയാണ്. രണ്ടാളുടെ കയ്യിലും ചെറിയ പിസ്റ്റൽ കയ്യിലുണ്ട്. ഇപ്പോഴാണ് ഒരു ചെറിയ ബാക്ക് സ്റ്റോറി കാണിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനാണെങ്കിൽ ഒരു മിലിറ്ററി ഓഫീസറാണ്. അപ്പോൾ ഇവൾക്ക് അത്യാവശ്യം എന്താ പറയുക ആയുധ പരിശീലനവും അതുപോലെ തന്നെ സെൽഫ് ഡിഫെൻസും എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവളുടെ അച്ഛനും പറയുന്നുണ്ട്, ഈ ലോകത്ത് നല്ലവരും ചീത്തവരും ഉണ്ട്, അപ്പോൾ നീ എന്തായാലും ഇതെല്ലാം അറിഞ്ഞിരിക്കണം എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇവൾക്ക് ഇങ്ങനെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ നോക്കുമ്പോഴത്തേക്കും രണ്ടാളുടെ കയ്യിൽ ഗണ്ണുണ്ട്. അവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വെടി വയ്ക്കുന്നുണ്ട്. അങ്ങനെ അവിടെ രണ്ടാളും അപ്പുറത്തും ഇപ്പുറത്തോട്ടും ഇങ്ങനെ തെറിച്ച് വീഴും. അങ്ങനെ അവിടെ ഹീറോയിനെ നോക്കുമ്പോഴത്തേക്കും ഹീറോയിൻ്റെ തോളിലാണ് വെടി കൊണ്ടിട്ടുള്ളത്. പക്ഷേ നമ്മുടെ മറ്റേ ബോസിനെ നോക്കുമ്പോഴത്തേക്കും ബോസിൻ്റെ നെറ്റിക്ക് തന്നെ നല്ല വൃത്തിയല്ല വെടികൊണ്ട് കൊണ്ടിട്ട് അവൻ അവിടെ വെച്ചിട്ട് സ്പോട്ടിൽ തന്നെ മരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഹീറോയിൻ്റെ അച്ഛനെ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് നേരമായിട്ട് വെയിറ്റ് ചെയ്തിട്ടും തൻ്റെ മകളെ കാണുന്നില്ല. അങ്ങനെ കുറച്ച് ദൂരത്തോട്ട് നോക്കുമ്പോഴത്തേക്കാണ് തൻ്റെ മകൾ ഇങ്ങനെ ഞൊണ്ടി വരുന്നത് കാണുന്നത്. അങ്ങനെ ഇത് കാണുന്നതും അയാൾ പോയിട്ട് എന്താ പറയുക തൻ്റെ മകളെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ നമ്മുടെ ഈ മൂവി അവസാനിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, ഒരു കിടില മൂവിയല്ലേ? അപ്പോൾ ഇതുപോലത്തെ കിടില മൂവീസ് ലഭിക്കാനായിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ബെല്ലൈക്കൻ ഓൾ സെറ്റ് ചെയ്യുക. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞല്ലേ, ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്തേക്ക്. അപ്പോൾ ഇതിലേക്കും വേറെ ലെവലിൽ ഒരു കിടില മൂവിയായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അതുവരേക്കും ഓക്കെ, ബൈ ഗായ്സ്.